ഇതിന് കൂട്ടിട്ട് വന്ന് എന്തിനാണ് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഒരേ ഉറപ്പും. നല്ല നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വയനാട് പോവാണ്. വെറുതെ അപ്പൊ വയനാട് പോകുന്ന പെട്ടെന്ന് ഇരുന്നിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് രാവിലെ പോവാന്ന് വിചാരിച്ചിട്ടാ. ഞങ്ങൾ വയനാട് പോവാണ് ഗൈസ്. ഞങ്ങൾ ഇന്ന് വയനാട് സ്റ്റേ റൂം ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഞങ്ങള് അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ. അതെ, ചെലവ് ചുരുക്കിട്ട്. അപ്പൊ ഞങ്ങൾ കൂടെ പോകുമ്പോ സിസ്റ്റേഴ്സിനെയും കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരിനെ ഇങ്ങനെ കാറിൽ തട്ടിയിട്ട് ഞങ്ങൾ നേരെ വയനാട് പോവാം. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പൊ നമ്മള് പെട്ടെന്നിട്ട് പ്ലാൻ ആയതുകൊണ്ട് വയനാട് പോവാന്ന് പറഞ്ഞപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് വരുള്ളൂ. മറ്റേ ലഞ്ച് കഴിക്കാനുള്ള സെറ്റപ്പ് ആണെന്നൊക്കെ പറഞ്ഞാണ് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാൻ. മനസ്സിലായില്ല പക്ഷെ ഇപ്പൊ തന്നെ സമയം ആയിട്ടാ. ചപ്പാത്തി പ്ലസ് കുറുമക്കറി. കുറുമക്കറിയാണോ എന്താണെന്ന് മനസ്സിലാവില്ല. അതെന്താ സംഭവം എന്നല്ല, പക്ഷെ സംഭവം കറിയാണ്. അത് കുഴപ്പമില്ല. അതായത് ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് കാറും കൂടെ ഒന്ന് കഴുകണ്ട. പിന്നെ ശരി, ചപ്പാത്തി ഉണ്ടാക്കുന്ന വിശേഷങ്ങൾ കഴിഞ്ഞിട്ട് കാണാം. ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ലോണം പ്രാർത്ഥിച്ചുണ്ടാ. എൽബോർഡൊക്കെ മാറ്റിട്ടാ. ഞങ്ങള് നേരെ പോട്ടെ, പോയിട്ട് കാണാം. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. അവിടെ മാത്രം ഇട്ടിട്ടില്ലോ. നമുക്ക് കാണാം. സോ ഗൈസ്, രണ്ട് അരവിലാദികളെ കുക്ക് ചെയ്തു. ഇതൊന്ന് ഞങ്ങളപ്പോ നേരെ പോട്ടെ. നീ ആ നിധി മാറ്റിനങ്ങോട്ട് പോയിരുന്നില്ലേ? അല്ല, മറ്റേ സൂപ്പർ മാർക്കറ്റില് പേറ്റ് മേടിച്ചിട്ടില്ല. ഹോട്ടലിൽ നമ്മള് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടാവും. 4 മണി വരെ നമ്മൾ കഴിക്കാണ്ട് വെറുതെ ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കഴിക്കാൻ എന്തായാലും ഉണ്ടാക്കിയത് വേസ്റ്റ് ആക്കേണ്ട അവർക്ക് കഴിപ്പിക്കാൻ. വിശക്കുന്നുണ്ട്. ഗ്യാസ് കയറി കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പൊ നമ്മള് കഴിച്ചതിന്റെ ഇറങ്ങിയിരിക്കാണ്. ഇനിയിപ്പോ നേരെ ഇനി 1.5 മണിക്കൂർ ഇവിടെ നിന്നുള്ളൂ. ഇതൊന്നും തുറന്നു 1.5 മണിക്കൂറേ ഉള്ളൂ. സോ 1.5 മണിക്കൂർ അവിടെ എത്തിരി കാണാം ഗൈസ്. ഞങ്ങൾ എല്ലാവരും കയറി. ഗൈസ് എല്ലാവരും ഒന്ന് തല പുറത്തിട്ട് നോക്കട്ടെ. ഓരോ ജനലിൽ കൂടെ പുറത്തിട്. ഇട്, പുറത്തിട്. ആ ജനലിൽ കൂടെ തല പുറത്തിട്. ഇതിന് കാണണം. നായ്ക്കളാണ് ഓളിയിടും. ഈ പറയണ വ്യക്തി ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ എന്താണ് അവസ്ഥ? മഴ വരുന്നുണ്ട്. ഈ മഴ വരുന്നില്ല, മഴക്കാറ് ഫുള്ള്. വയ്യ മഴ. എന്തെങ്കിലും തിന്നാൻ ഭയങ്കര തിന്ന് പോവാനാണ് ഇഷ്ടം. ഗായ്സ്, നമ്മൾ വയനാട് എത്താൻ പോകുന്നു ഗായ്സ്. മഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. മഞ്ഞെന്തര ആദ്യമായിട്ട് കാണാണ്. ഇവർ മഞ്ഞ് കണ്ടിട്ടില്ല ഗായ്സ്. നമ്മൾ തേയിലത്തോട്ടത്തിന് നടുക്കൂടെ ഞങ്ങൾ 2 സൈഡ് തേയിലാണ് ഗായ്സ്. ഞങ്ങൾ തേയിലിന്റെ നടുക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പ്ലോറിംഗ് ഈസ് ബ്യൂട്ടിഫുൾ ഗായ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ എവിടെ പരിപാടി വെച്ചാൽ ഇതാണ് അവസ്ഥ. മഴ പെയ്യാൻ തുടങ്ങി. അതോ എമ്മാതിരി മഴ നോക്ക്, നല്ല മഴ. ഇനി അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്യോ എന്തോ ആർക്കറിയാം. ഇത് ഡ്രൈവർ ചേട്ടൻ എന്തത് ഇത് വേറൊരു കൊള്ളാം. நம்ம யார் வம்புக்கும் போறதில்ல, யார் தும்புக்கும் போறதில்ல. நம்ம உண்டு, நம்ம சோழி உண்டுன்னு போயிடுறது. ഇതിനെ കൂട്ടിട്ട് വന്ന് എന്തിനാണ് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഒരേ ഉറപ്പാണ്. എനിക്കറിയില്ല ഗൈസ്. ഇത്രയും നേരം മഴ പെയ്തിട്ട് ഇവിടെ എത്തിയപ്പോ മഴയേ ഇല്ല. റോഡടക്കം നനഞ്ഞിട്ടില്ല. ചെറിയ തുള്ളികൾ വീഴുന്നുണ്ട് തോന്നുന്നു. വല്ലാത്തൊരവസ്ഥ. ഞങ്ങളിനി ഒരു 10 മിനിറ്റിൽ അവിടെ എത്തും.
ബാക്കി എത്തിയിട്ട് കാണാം. നമ്മളാക്കാത്തമായ വഴിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. നമ്മള് ഈ വഴി കൂടെ പോണം. ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പോണം ഉള്ളിലേക്ക് എന്ന് വിചാരിക്കണം. അല്ല, കുറച്ചുകൂടെ പോണ്ടത് ഇത് തന്നെയാണ് സ്ഥലം. അത് നമ്മൾ പോയിട്ട് കാണിച്ചു. സോ ഗൈസ്, അപ്പൊ നമ്മള് നമ്മുടെ എന്നെ കാണിക്കുന്ന അവസാനം നമ്മൾ റൂമിലെത്തില്ല. റൂം ഇതല്ല റൂം, ഇത് നമ്മുടെ റൂമിന്റെ അടുത്തുള്ള നല്ല കണ്ണാപ്പിന്നില്ല. പക്ഷെ ഇവിടെ സൂപ്പറായിട്ടോ. അവിടെ വെറുതെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് തോന്നുന്നു. റൂം കാണിച്ചു തരാട്ടാ. ഈ കാണുന്നതാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലം. ഇവിടെയാണ് നമ്മൾ ക്യാമ്പ് ഫയർ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ അടുത്ത് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. എടി ഒന്ന് മാറോ ക്യാമറ മുമ്പിൽ നിന്ന്. യൂസ്ലെസ്. ഇവിടെ ക്യാമ്പ് ഫയർ ഇട്ട് തരും. ഇത് വന്നിട്ട് നമുക്ക് ഊഞ്ഞാൽ ഡൈനിങ്, ഊഞ്ഞാലായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഊഞ്ഞാലാടി ഫുഡ് കഴിക്കും. കുറച്ച് ചോദിച്ചാൽ ലൈറ്റ് സെറ്റാക്കി തന്നു കേട്ടോ. നൈറ്റ് ഇവിടെ ഇങ്ങനെ ആയിരിക്കും ലൈറ്റിങ്. ഇതിൻ്റെ ഇടയിൽ നിന്ന് ക്യാമ്പ് ഫയർ ഒക്കെ വന്ന് സെറ്റായിരിക്കും. കുറച്ച് ലൈറ്റുകളൊന്നും കത്തുന്നില്ല കേട്ടോ. വളരെ കുറച്ച് ലൈറ്റേ കത്തുന്നുള്ളൂ. പക്ഷെ കുറച്ചുകൂടി നൈറ്റ് ആയി കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഇതിപ്പോൾ കുറച്ച് പ്രകാശവും കാര്യങ്ങളൊക്കെ ഇത് കുറച്ച് ഡള്ളുണ്ട്, പക്ഷെ സെറ്റാവും. സോ ഗൈസ്, ഞങ്ങൾ പൂളിലൊക്കെ ഇറങ്ങി. പക്ഷെ ഇതിലെന്തോ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂള് തവള പിന്നെയും കുഴപ്പമില്ല. തവള ഇനിയും കുഴപ്പമില്ല. പിന്നെ ഒരു നൂല് പോലത്തെ ഒരു പുഴുവാണത്. എന്തോ ഒരു ടൈപ്പ് ഒരു സാധനം. ഇതിനകത്ത് ഇരിക്കാനും പറ്റുന്നില്ല. വെള്ളത്തിൽ മുങ്ങിയത് എല്ലാവരും പുറത്തെണീച്ചു. അവർ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഈ രാത്രി നേരത്തെ പറ്റുന്നു. എന്തുവാ അവിടെ ഭക്ഷണം കഴിക്കുക, കിടക്കുക, അങ്ങനെ ക്യാരംസ് ഉണ്ട്, അത് കളിക്കുക. അതെ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് കഴിക്കാൻ ഇനി ഫുഡ് വന്നിട്ടില്ല. അതെന്തൊക്കെ ഈ ആക്ടിവിറ്റി അങ്ങനെ. അപ്പോൾ ഇനി കുറച്ച് സമയമാവും വിചാരിക്കുന്നു കേട്ടോ. സമയം ഇപ്പം എത്ര വെച്ച് കഴിഞ്ഞാൽ സമയമൊന്നും വലുതായിട്ടായിട്ടില്ല. 9 മണി ആയിട്ടുള്ളൂ. പക്ഷെ അത്ര നേരം വെറുതെ ഇരിക്കുക മണ്ടായി. ഒരു ആക്ടിവിറ്റി ഇല്ലല്ലോ, വെറുതെ ഇരിക്കില്ലേ. വന്ന് ഇങ്ങനെ കഴിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാലോ വിചാരിക്കുന്നു. எஸ்ஐ சார், ஐயோ இங்க பாருங்க சார், ஒரே பைத்தியங்களா இருக்கு சார். சார் எஸ்ஐ சார். ഫുഡ് കഴിക്കാൻ പോവാണ്. പൊറോട്ട വിത്ത് ബീഫ് ചില്ലി. ഫുഡ് പക്ഷെ ഭയങ്കര ഇതാണ്. ചിക്കൻ കൊണ്ടാട്ടം, ബീഫ് കൊണ്ടാട്ടം, ചിക്കൻ കറി സെറ്റ് ഇട്ട. പക്ഷെ വെച്ച് വെക്കണ മൂഡിലാണ് ഞാൻ. പക്ഷെ വെച്ച് വെക്കണ മൂഡിലാണ്. അതുകൊണ്ട് വീട് പിന്നെ എടുക്കട്ടാ. സോ ഗൈസ്, ഞങ്ങൾ രാവിലെ തന്നെ ഊഞ്ഞാലാടാൻ തുടങ്ങി. എണീക്കാൻ എട്ടരയായി പോയി. സമയം 8:30 നമ്മൾ എണീച്ച. ഇനി ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, പല്ലിച്ചിട്ടില്ല. പോയി പല്ലിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു പൂൾ വൃത്തിയാക്കി തരാറുണ്ട്. എന്നിട്ട് വേണം പൂളിൽ ഇറങ്ങാൻ. അപ്പം എത്ര ഉള്ളൂ. അപ്പൊ നമ്മൾ പൂളിലേക്ക് പോകണ്ട. എങ്ങനെയാണ് പോവാ?
ഞാൻ അങ്ങോട്ട് വരട്ടെ, നീ ഇങ്ങോട്ട്. ഞാൻ അങ്ങോട്ട് വരട്ടെ. ആ കുറച്ച് ഇങ്ങോട്ട് ക്ലാരിറ്റി ഉണ്ട്. നല്ല ക്ലാരിറ്റി. ഏറ്റവും കൂടുതൽ വെള്ളം ഫസ്റ്റ് ഇട്ടാ, ഏറ്റവും കൂടുതൽ മുങ്ങി നിൽക്കുന്ന ആള്. ആ ശരി, ഒന്ന് 3, 2, 1 start. തിരിച്ചിട്ട് വീട് നോക്ക്. എന്താ കാട്ടാ പകുതി കാണണം. അപ്പോൾ ബാക്കിൽ ഇതുണ്ട് കേട്ടോ. ഇതിൽ നിൽക്കിട്ട് ചാടുമ്പോൾ താഴത്തേക്ക് വയ്ക്കാൻ മതി. സോ ഗൈസ്, നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങി. എൻ്റെ ചെവിയൊക്കെ അടുത്തുണ്ട്. 11 മണിക്കാണ് ചെക്കൗട്ട് ചെയ്യേണ്ടത്. നമ്മൾ 1 മണിയായി, സമയം 1:30 സമയം 1:45. പൂള് കിട്ടാൻ സമയം ലേറ്റ് ആയി. അതിനനുസരിച്ച് നമ്മൾ നിന്നെ കാണിച്ചു. മിണ്ടായിരിക്കടി. സോ അതാട്ടെ, ഇനി ബാക്കി നമുക്ക് 900 കണ്ടി റിസോർട്ടിലൊക്കെ പോകണം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. റിസോർട്ടിലാണോ 900 കണ്ടി? 900 കണ്ടി റിസോർട്ട്. ഗായ്സ്, ഇവിടെ നമുക്ക് ഗായ്സ് ഒരു ചുമട്ട് സാധനങ്ങളുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലുമൊക്കെ പിക്ക് ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് പോകാം. ഞങ്ങൾ പോയത് ക്രോസ് ചെയ്തു. ഞാൻ അപ്പൻ്റെ അടുത്ത് വാങ്ങിത്തരാൻ പറഞ്ഞത് എൻ്റെ അപ്പം സ്നേഹം മാനിച്ച് വാങ്ങിത്തരാൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് തേയിലത്തോട്ടത്തിന്റെ ഇടകളിലിട്ട തേയിലത്തോട്ടത്തിൽ പക്ഷെ സൂപ്പറായിട്ട് ഇട്ടതിന്റെ രീതി കൂളിംഗ് ഉണ്ട്. നിക്കുന്നത് കാര്യമില്ല. അപ്പൊ നമ്മള് അവസാനം നമ്മൾ എത്തിയിട്ട് ഇവിടുന്ന് 7 കിലോമീറ്റർ മുകളിലോട്ട് പോകണം. ഓഫ് റോഡ് അവിടെ എന്താ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. സോ നമുക്ക് മുകളിൽ പോയിട്ട് അവര് മറ്റേ ജീപ്പ് കൊണ്ടുവരാൻ വന്ന ട്രക്കിംഗ് ആണ്. എങ്ങനെയാവും നോക്കാം. 7 കിലോമീറ്റർ ഓഫ് റോഡ് ട്രക്കിംഗ്. നാളിന്റെ അത്ര എന്നടി വായിച്ചു ഇത് ട്രക്കിങ് ഭയങ്കര സൂപ്പർ ട്രക്കിംഗ്. 7 കിലോമീറ്റർ ട്രക്കിംഗ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ട്രക്കിംഗ്. ആർച്ചറി ഷൂട്ടിംഗ് ഉണ്ട്. സൂപ്പർ കേട്ടോ. നമ്മള് മറ്റേ ഏറ്റവും ടോപ്പിലാണ്, അതായത് ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജിക്കില്ലേ. അപ്പൊ നമ്മള് ഗ്ലാസ് ബ്രിഡ്ജിക്ക് വന്നു കേട്ടോ. അത് പൗസാണ്. ഹാങ് ಮಾಡಿರ್ತಾರೆ. ഇത് നോക്കിയോ. അതിനകത്ത് മുകളിൽ കൊടുത്തിട്ട് തിരക്കുണ്ട് ശരിക്കും നല്ല. ഇനി ഇതൊക്കെ എങ്കിലെത്തിട്ട് വേണം ഫോട്ടോ എടുക്കാൻ.
അടിപൊളി വ്യൂ പറയാനില്ല. നടുക്ക് ഇവിടുന്ന് വ്ലോഗ് എടുത്തു. സെറ്റ് എന്ന് പറഞ്ഞ സെറ്റ് എന്ന് പറയുന്നത് വ്യൂ പൊളി. പക്ഷെ എനിക്ക് എത്ര തോന്നിയ പക്ഷെ വ്യൂ സൂപ്പർ ആയിട്ടുണ്ട്. ഇത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ ഈ ടോപ്പ് വ്യൂ പോലെ. ഞാൻ വേറെ എന്തൊക്കെ വിചാരിച്ചു, പക്ഷെ ഇത്രേ ഉള്ളൂ. ഷൂട്ട് ചെയ്യാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുക. ശരിക്കും കാണാം. ഇതെങ്ങനെ അടിക്കും നമുക്ക് കാണാം കേട്ടോ. കൊണ്ട് ഫയറാണ്. വിട്ടോ സീൻ ബ്ലാക്കിലേക്ക് അല്ലായിരുന്നു. എവിടെ അടിക്കേ? ഓ ബൈക്ക് സ്മെല്ലേ കൊണ്ട് വീട് നീ എടുക്കുന്നു. എന്താണ്ടി അപ്പടി പോയതാണ് വീടിന്. മാറി വരുന്നു. പിന്നെ വെറും 19 സെക്കൻഡിൽ വന്നിരിക്കുക. ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് ഇറങ്ങി. നേരെ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പാലക്കാട് റൂട്ട് ഇട്ടിട്ടുണ്ട്. 5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. എത്ര വേഗം എത്തുമെന്നറിയില്ല. എവിടെ എന്താ ഷോക്ക് അടിച്ചിരിക്കണോ എന്തെല്ലാം ആവട്ടെ. പോയിട്ട് നേരെ വീട്ടിലേക്ക് പോവാ. അപ്പോൾ വീട്ടിൽ പോട്ടെ. ഇത് വൈൻഡപ്പിങ് ആയിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല.